നമുക്കറിയാം എല്ലാ മൊബൈലിലും സൈഡിലായിട്ട് 3 ബട്ടൺസുകൾ കാണാൻ സാധിക്കും. ഒന്ന് പവർ ഓഫ് ഓൺ ബട്ടൺ, 2 വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ. എന്നാൽ ഈ പവർ ഓഫ് ഓൺ ബട്ടൺ എല്ലാ മൊബൈലിലും പവർ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും റീസ്റ്റാർട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതായത് പ്രത്യേകിച്ച് പുതിയ മൊബൈലിൽ അതിനായിട്ട് നമുക്ക് മറ്റൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്തിനാണ്? ഇതിൽ ഒരുപാട് രഹസ്യങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ തന്നെ വോളിയം കൺട്രോൾ ബട്ടണിലും നമുക്ക് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഇതൊക്കെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ലോക്ക്ഡൗൺ മോഡ് എന്താണ്, അതിനെക്കുറിച്ചുള്ള ഉപയോഗം എന്താണ്, എങ്ങനെ അത് ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കും, ഇതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. പ്രത്യേകിച്ചും പുതിയ മൊബൈലുകളിലൊക്കെ ഇവിടെ 3 ബട്ടൺസുകൾ ഉണ്ട്. പക്ഷെ പവർ ഓഫ് നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ബിഗ്സ്ബി മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് പവർ ഓഫ് ചെയ്യാനും വേണ്ടിയിട്ട് അതിനായിട്ട് പ്രത്യേകം ഇവിടെ നോട്ടിഫിക്കേഷൻ ബാറിലാണ് ഈ ഒരു ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇവിടെ നോട്ടിഫിക്കേഷൻ ബാർ താഴ്ത്തി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പവർ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും സാധിക്കും. ഇവിടെയാണ് ആ ഒരു ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് പവർ ബട്ടണിലേക്ക് ഇതെങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? ഇവിടെ കണ്ടോ, നിങ്ങൾക്ക് സൈഡ് ബട്ടൺ സെറ്റിംഗ്സ് എന്ന ഭാഗം അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ കണ്ടോ വേക്ക് ബിഗ്സ്ബിയിലാണ് ഉള്ളത്. ഇവിടെ നമുക്ക് പവർ ഓഫ് ഓൺ മെനു ആ ഭാഗത്തേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് അവിടെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ലോങ് പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ, ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ അവിടേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇവിടെ താഴെ ഹൗ ടു പവർ ഓഫ് യുവർ ഫോൺ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വിശദമായിട്ട് ഇവിടെ വിവരിക്കുന്നും ഉണ്ട്. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. മുകളിൽ കണ്ടോ, നിങ്ങൾക്ക് ഡബിൾ പ്രസ് എന്ന ഭാഗം അവിടെ ഓഫിലാണെങ്കിൽ ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ക്വിക്ക് ലോഞ്ച് ക്യാമറയിലായിരിക്കും നിങ്ങളുടെ മൊബൈൽ ഉണ്ടാകുക. അതിൽ നിന്ന് നിങ്ങൾക്ക് സാംസങ് വാലറ്റിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ പോകണമെങ്കിൽ ഞാനിപ്പോൾ ഓപ്പൺ ആപ്പ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഏത് ആപ്ലിക്കേഷനും ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഓൾറെഡി വാട്സപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനും ഈ സൈഡ് ബട്ടണിലൂടെ ഓപ്പൺ ആക്കാൻ സാധിക്കും. ഞാനിപ്പോൾ യൂട്യൂബ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആ ഒരു ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഡബിൾ പ്രസ് എന്നാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് യൂട്യൂബ് വേണമെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ വാട്സപ്പ് ഏത് വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ആക്കാം. ഇനി സെറ്റിങ്സിൽ നമുക്ക് പോയിട്ട് ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ലോക്ക് സ്ക്രീൻ ആൻഡ് AOD എന്ന ഭാഗം. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ സെക്യൂർ ലോക്ക് സെറ്റിംഗ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മൊബൈലിൽ കൊടുത്ത പാറ്റേൺ അല്ലെങ്കിൽ പിൻ അത് ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഓക്കെ, കണ്ടിന്യൂ കൊടുത്തിട്ട് നിങ്ങൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഷോ ലോക്ക്ഡൗൺ ഓപ്ഷൻ എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങൾക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെറ്റിംഗ്സിൻ്റെ സെർച്ച് ബാറിൽ ലോക്ക്ഡൗൺ എന്ന് ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിനെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുമ്പോൾ ഷോ ലോക്ക്ഡൗൺ ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ മൊബൈലിൽ എന്താണ് പാറ്റേൺ ആണോ പിന്നാണോ കൊടുത്തത് അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്താലേ ഇത് ഓപ്പൺ ആക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ ഏറ്റവും താഴെ ഷോ ലോക്ക്ഡൗൺ ഓപ്ഷൻ നേരത്തെ കണ്ട അതേ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ പുതിയൊരു ഓപ്ഷൻ വന്നതായിട്ട് കാണാൻ സാധിക്കും, ലോക്ക്ഡൗൺ മോഡ് എന്ന ഓപ്ഷൻ. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മൊബൈൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ലോക്ക് ചെയ്തു, ലോക്ക് ഇതേപോലെ ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് തുറക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ലോക്ക്ഡൗൺ മോഡ് വെച്ചിട്ടാണ് തുറക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മൊബൈലിൽ കൊടുത്ത ആ ഒരു പിൻ നമ്പർ അല്ലെങ്കിൽ പാറ്റേൺ എന്തായാലും കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഞാനിപ്പോൾ ആ രൂപത്തിൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഈ രൂപത്തിൽ നിങ്ങൾ മൊബൈൽ ലോക്ക് ചെയ്തിട്ടാണ് മൊബൈൽ വെച്ചിട്ടുള്ളതെങ്കിൽ ഒരാൾക്കും തന്നെ നിങ്ങളുടെ മൊബൈൽ തുറക്കാൻ സാധിക്കില്ല, സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കില്ല, റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കില്ല, ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. എപ്പോഴും നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഇല്ലല്ലോ. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ചാർജിന് കുത്തിയിടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒന്ന് കുളിക്കാനൊക്കെ പോകുന്ന സമയത്തൊക്കെ ഈ രൂപത്തിൽ നിങ്ങൾ ലോക്ക് ചെയ്തിടുക. എങ്കിൽ ഒരിക്കലും തന്നെ ഈ മൊബൈൽ മറ്റൊരാൾക്കും ഉപയോഗിക്കാനേ സാധിക്കില്ല. ഇനി ഉപയോഗിക്കാനല്ല, അത് സ്വിച്ച് ഓഫ് ചെയ്യാൻ ശ്രമിച്ചാലും കഴിയില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ പവർ ഓഫ് ഉണ്ട്, അതുപോലെ തന്നെ റീസ്റ്റാർട്ട് ഉണ്ട്. റീസ്റ്റാർട്ട് ഞാൻ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ നമ്മൾ മൊബൈലിൽ കൊടുത്ത ആ ഒരു പിൻ നമ്പർ അല്ലെങ്കിൽ പാസ്കോഡ് ഇവിടെ അടിക്കണം. ഇനി നമുക്ക് തുറക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെയും തുറക്കാൻ സാധിക്കില്ല. നമ്മൾ മൊബൈലിൽ കൊടുത്ത ആ ഒരു സംഭവം എന്താണ്, നമ്മൾ മൊബൈലിൽ പിൻ കോഡ് അല്ലെങ്കിൽ പാസ്വേഡ് കൊടുത്തത് അത് ഇവിടെ എൻ്റർ ചെയ്യണം. ഇനി സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ അതും അങ്ങനെ തന്നെയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ലോക്ക്ഡൗൺ മോഡ് എനബിൾ ആക്കി ഇങ്ങനെ ലോക്ക് ചെയ്ത ഉടനെ തന്നെ ഇത് വർക്ക് ആകില്ല കേട്ടോ. നിങ്ങൾ മൊബൈലിൽ എത്ര മിനിറ്റ് കൊണ്ടാണ് മൊബൈൽ ലോക്ക് ആകാൻ വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത് അത് 30 സെക്കൻഡിലേക്ക് മാറ്റുക. ആ 30 സെക്കൻഡ് കഴിഞ്ഞാലാണ് ലോക്ക്ഡൗൺ മോഡ് വർക്കാകാൻ തുടങ്ങുക. ഓക്കെ, അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ,
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.